എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പത്തനംതിട്ട കോന്നിയിൽ നടത്തുന്ന പുതിയ നാടകത്തിന്റെ പേരാണ് വീട്ടിൽ പോയി ചോദിക്കടാ. വീട്ടിൽ പോയി ചോദിക്കുക എന്ന് പറയുന്ന നാടകം. ഈ നാടകത്തിന്റെ കഥ, കഥാപാത്രം, സംവിധാനം, അതോടൊപ്പം തന്നെ ഇതിന്റെ എല്ലാം നമ്മുടെ മുഖ്യനാണ്. മുഖ്യൻ കഴിഞ്ഞ ദിവസം ഇലക്ഷന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ പോയിരുന്നു. ഇവിടെ നമ്മുടെ കോന്നിയില്, നമ്മുടെ നാടാ, അവിടെ പോയിരുന്നു. അവിടെ പോയതിനു ശേഷം അവിടെ വെച്ച് ഈ പറയുന്ന നമ്മുടെ മുഖ്യൻ ചേട്ടൻ ഒരു അങ്ങോട്ട് പ്രസംഗിച്ചു. പ്രസംഗിക്കുന്നതിന്റെ ഇടയില് പാർട്ടി പ്രവർത്തകൻ തന്നെ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാനായിട്ട് വന്നപ്പോൾ പറയുകയാണ്, നീ വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയിടാ എന്ന്. അപ്പോൾ ഈ പറയുന്ന ദാസപ്പൻ ഉണ്ടല്ലോ, ഈ ദാസ് എന്ന് പറയുന്ന ഈ ചോദ്യം ചോദിക്കാൻ വന്ന വ്യക്തി, പുള്ളിക്കാരന്റെ പേര് ദാസ് എന്നാണ് കേട്ടോ, അട്ടച്ചാക്കൽ സ്വദേശിയാ. അപ്പൊ ആ പുള്ളിക്കാരൻ ഒരു എക്സ്പ്ലനേഷനും കൊണ്ട് വന്നിട്ടുണ്ട്. അടിമ എന്ന് പറഞ്ഞാൽ അതാണ് അടിമയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ പറയുന്ന മുഖ്യൻ പറഞ്ഞ ആ കാര്യം ആദ്യം നിങ്ങളൊന്ന് കേക്ക്. അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ദാസ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ പറയുന്നതും നമുക്ക് കേൾക്കാം. എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്, കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. ആ ആവശ്യം നിറവേറ്റുന്നതിന് നമ്മുടെ കയ്യിൽ വേണ്ടത്ര കാശില്ല എന്താണ് പ്രശ്നം. ഇവിടെ മുഖ്യം പറയുന്നത് കേരളത്തിന്റെ ആവശ്യം വളരെ അധികമാണ്, പക്ഷെ അതൊക്കെ നിറവേറ്റണമെങ്കിൽ നമ്മുടെ കാശില്ല. നമ്മൾ വെറും എന്താ പറയുക, പിച്ച എടുക്കുന്ന ഒരു രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ കേരളം എന്നാണ് നമ്മുടെ മുഖ്യം പറയുന്നത്. ഓക്കെ, പിച്ചയായി എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് ഇറങ്ങേണ്ട അവസ്ഥയിലേക്ക് എത്തി എന്ന് മുഖ്യം തന്നെ അവിടെ ഉറപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ മുഖ്യം പറഞ്ഞു വെക്കുന്നത് മറ്റേ അദ്ദേഹം ചോദ്യം ചോദിക്കാൻ ഒരു ചോദ്യം എന്ന് പറഞ്ഞപ്പോഴത്തേന് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന്. അങ്ങനെയാണെങ്കിൽ മുഖ്യ, നിങ്ങളൊക്കെ ഞങ്ങളുടെ വീട്ടിലേക്ക് വോട്ടിനായിട്ട് വരുമല്ലോ, അങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങളോട് ചോദിച്ചാൽ മതിയോ? അതാണോ ഉദ്ദേശിച്ചത്? എങ്ങനെയായാലും നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് വോട്ട് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാനുണ്ട്. നിങ്ങളൊക്കെ ഈ വോട്ടിന്റെ സമയത്ത് മാത്രമേ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെയൊക്കെ കൂപ്പി എനിക്ക് വോട്ട് ചെയ്യണേ, എന്നെ വിജയിപ്പിക്കണമേ, ഞാൻ ഇവിടേക്ക് അങ്ങ് ഇതുണ്ടാക്കൂ എന്നൊക്കെ പറഞ്ഞ് വരത്തുള്ളൂ. അല്ലാതെ ഞങ്ങളൊരു ചോദ്യം ചോദിക്കാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ ഞങ്ങളോട് പറയും വീട്ടിൽ പോയി ചോദിക്കാൻ. അല്ലാത്ത സമയം ഞങ്ങളുടെ വീട് തിരക്കി നിങ്ങൾ വരും. എന്തിന്? വോട്ട് മേടിക്കാൻ അല്ലേ? അതിപ്പോ ഏത് പാർട്ടി ആയാലും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മുടെ ഈ പുള്ളിക്കാരന് എന്തോ ഒരു ഇതുപോലാണ്. പുള്ളിയുടെ സംസ്കാരമാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തോ ഒരു ഏകാധിപതിയെ പോലെയാണ്. എന്നാ അങ്ങനെയല്ല വേണ്ടത്. ഇവിടെ ജനങ്ങൾക്ക് എന്താ പറയാ, ജനങ്ങളുടെ മകളിൽ കയറി അങ്ങ് ഭരിച്ച് ജനങ്ങളെ അങ്ങ് അവരുടെ വാക്കിന് അപ്പുറമായിട്ട് കയറി അങ്ങോട്ട്, അതൊന്നും അങ്ങനെ അങ്ങോട്ട് ശരിയായിട്ട് തോന്നുന്നില്ല. എന്തായാലും ദാസ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്കി. CPM-ന്റെ LDF കൺവെൻഷനിൽ വെച്ചായിരുന്നു, പൊതുസമ്മേളനത്തിൽ വെച്ചായിരുന്നു ആ ചോദ്യം ചോദിച്ചത്. അപ്പോൾ അത് ദാസ് പി ജോർജ് ആണ്, അട്ടച്ചാക്കൽ ഈസ്റ്റ് മുക്ക് സ്വദേശിയാണ്. എന്തായിരുന്നു അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള ഒരു സാഹചര്യം? അതായത് ഞാൻ ഉദ്ദേശിച്ചത് 20,000 കോടിയുടെ വികസനം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഫണ്ട് മുഖ്യമന്ത്രി സംസാരിച്ചതാണ്, മുന്നോട്ടുള്ള വികസനം ചെയ്യാൻ ഫണ്ട് BJP-യുടെ കേന്ദ്ര സർക്കാർ തടസ്സപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. പിന്നെ എങ്ങനെ മുന്നോട്ടുള്ള ഫണ്ട് കണ്ടെത്തും എന്നുള്ള ഒരു ചോദ്യം മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ കാരണമായിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ അവസരത്തിൽ അത് ചോദിക്കാൻ പാടില്ലായിരുന്നു. അന്നത്തെ ആവശ്യത്തിന് ഇവിടെ ഇദ്ദേഹം ചോദിക്കാൻ വന്ന കാര്യം നല്ലൊരു ചോദ്യം തന്നെയാണ്. പക്ഷെ അത് ചോദിക്കാൻ പുള്ളി വിട്ടില്ല. അത് പ്രസംഗം തടസ്സപ്പെടുത്താൻ കാരണമായെന്നൊക്കെയാണ് പറയുന്നത്. ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ പോലും പറ്റാത്ത മുഖ്യമന്ത്രി എന്ത് മുഖ്യമന്ത്രിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇവിടെ ഇദ്ദേഹം ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ വന്നതുകൊണ്ട് തന്നെ ഈ പറയുന്ന നമ്മുടെ മുഖ്യന്റെ മുഖംമൂടി ഏതാണ്ടൊക്കെ ഇങ്ങനെയൊക്കെയാണെന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ധാർഷ്ട്യമുള്ള മനുഷ്യനാണെന്ന് പൊതുജനം അറിയുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഇദ്ദേഹം ഇപ്പം വന്നിട്ട് ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു, തെറ്റായിപ്പോയി എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ഇദ്ദേഹത്തെ ഇനി എടുത്ത് പാർട്ടീൻ്റെ അടുത്ത് എറിയുമോ എന്നുള്ള പേടി കൊണ്ടാണോ എന്ന് അറിയത്തില്ല. പുള്ളിക്കാരൻ നല്ല പാർട്ടി അനുഭാവിയാണെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ടാണോ ഇനി വെട്ടുപേടിച്ചിട്ടാണോ ഒന്നും അറിയത്തില്ല. എന്തായാലും പുള്ളി പറയുന്ന ബാക്കി കാര്യം കേട്ടു നോക്ക്. അന്നത്തെ ആവശ്യത്തിന് ഞാൻ ചോദിച്ചു പോയി. ഇത്രേ സംഭവിച്ചുള്ളൂ. അവിടെ വീട്ടിൽ പോയി ചോദിക്കാനാ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തിയപ്പോൾ തടസ്സപ്പെടുത്താൻ പാടില്ലായിരുന്നു. അതാണ് ഞാൻ ചെയ്ത് തെറ്റാണത്. പാർട്ടി പ്രവർത്തനമാണല്ലോ. അതെ, ഞാൻ CPM-ന്റെ പ്രവർത്തനമാണ്. ഇവിടെ ഒന്നിച്ചാണോ ഇവിടുന്ന് പരിപാടിക്ക്? അതെ. ഏറ്റവും മുന്നിൽ നിന്ന് കണ്ടോണ്ടിരിക്കുവായിരുന്നു. ആയിരുന്നു. കേൾക്കുന്ന ദൂരത്തിലായിരുന്നല്ലേ?
അതെ 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 അതെ. മൈക്കിൽ കൂടെ കൃത്യമായിട്ട് ഒരു ചോദ്യം ചോദിക്കാനുണ്ടെന്ന് കേൾക്കാൻ പോയത് അടുത്ത് തന്നെ ആയിരുന്നു, ഏകദേശം അടുത്താണോ നിന്നത്? അടുത്തായിരുന്നു. കൈ ഉയർത്തിയാണോ ചോദിച്ചത്? കാരണം ചേട്ടനെ കാണാൻ ആർക്കും പറ്റിയില്ല, അതോ? എൻ്റെ ഏറ്റവും വലിയ ആരാധനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം ചെയ്ത വികസനത്തെ കുറിച്ച് മുന്നോട്ട് വികസനങ്ങൾ വേണമല്ലോ, അതിനെക്കുറിച്ച്. കാരണം ഫണ്ടില്ല, കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്നു. ഇത്രയുമാണ് എൻ്റെ ചോദ്യം. ഇത്രയും. ഓക്കെ ഓക്കെ ഓക്കെ. ആരാധ്യനായിട്ടുള്ള ഒരു മനുഷ്യൻ നിങ്ങളുടെ ചോദ്യത്തിന് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയണമെങ്കിൽ അദ്ദേഹം എങ്ങനെ ഒരു മനുഷ്യനായിരിക്കും എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. പിന്നെ ഇവിടെ നിങ്ങൾ ഇടയ്ക്ക് കയറി തടസ്സപ്പെടുത്തി എന്നൊക്കെ പറയുന്നില്ലയോ? ഒരു ചോദ്യം ചോദിക്കേണ്ട കടമ അവിടെ, അല്ലെങ്കിൽ അവര് എന്ത് ചെയ്യണം, ടി വി കൂടെ കാണിക്കണം നമ്മളെ പ്രസംഗം. നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ചോദ്യം ചോദിക്കാനുള്ള, അത് കാരണം നമ്മളായി തെരഞ്ഞെടുക്കപ്പെടുന്ന മനുഷ്യരാണ് അവര്. അതുകൊണ്ട് തന്നെ നമ്മളാണ്, അതായത് ജനങ്ങളാണ് ഇവിടെ എല്ലാം. അല്ലെ, ജനങ്ങളുടെ വോട്ടില്ലെങ്കിൽ ഇവരൊന്നും ഭരണത്തിൽ കയറത്തില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ മറുപടി പറയുക എന്നുള്ളത് ഒരു മുഖ്യമന്ത്രി ആയാലും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അവർ ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് ഈ ദാസ് എന്ന് പറയുന്ന ഈ പുള്ളിക്കാരന് എന്നിങ്ങനെ വെളുപ്പിക്കാൻ നിൽക്കുന്നതിനോട് എനിക്ക് അത്ര ഇതില്ല. പക്ഷെ അത് പാർട്ടി അനുഭാവി ആയതുകൊണ്ടും ആരാധ്യനായിട്ടുള്ള മനുഷ്യനായതുകൊണ്ടുമാണ് അദ്ദേഹം ചെയ്തതെന്ന് തോന്നുന്നു. എന്തായാലും ഇദ്ദേഹം ചെയ്ത ഒരു നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന രണ്ട് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, നമ്മൾക്ക് അറിയാം, നമ്മുടെ ഉമ്മൻചാണ്ടി പ്ലസ് ഈ പുള്ളിക്കാരി, അതായത് പിണറായി വിജയൻ. ഇവർ രണ്ടുപേരുടെ തമ്മിലുള്ള ഒരു വ്യത്യാസം തുറന്നു കാണിക്കാനായിട്ട് ഈ ഇദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ കേൾക്കണം. അദ്ദേഹം ഇതുപോലെ പ്രസംഗത്തിന്റെ ഇടയിലാണ് വേദിയിൽ നിന്ന് ഒരാൾ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത ആ ഒരു മറുപടി, അദ്ദേഹം അതിനോട് ആ ഒരു ചോദ്യത്തോട് സ്വീകരിച്ച ആ ഒരു ഇത് കണ്ടു പഠിക്കണം നമ്മുടെ മുഖ്യൻ. അല്ലാതെ ഞാൻ വലിയ സ്വേച്ഛാധിപതിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഭരണത്തിൽ ജനങ്ങൾ കേട്ടത്തില്ല. അതുകൂടെ ഒന്ന് ഓർക്കുക. ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് 10% വീതം പൂട്ടുക UDFന്റെ മദ്യനയം അനുസരിച്ച് 2 കൊല്ലത്തെ പൂട്ടിക്കഴിഞ്ഞു. അത് കൂട്ടുവോ? ഇതൊക്കെ ഇതൊക്കെയാണ് ജനനായകൻ. കാരണം അവർ ചോദിച്ചപ്പോൾ അല്ലാതെ നീ വീട്ടിൽ പോടാ, അല്ല വീട്ടിൽ പോയി ചോദിക്കടാ, അല്ല അങ്ങനെ, അല്ലെങ്കിൽ ചോദിക്കാൻ പാടില്ല എന്നൊന്നും അല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ചിരിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് അവിടെ കാണിച്ചത്. ഇതാണ് മുഖ്യമന്ത്രി, ഇങ്ങനെ ആവണം മുഖ്യമന്ത്രി. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ആള് ജനങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം, അവരുടെ കാര്യങ്ങൾ കേൾക്കാനും അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യാനും. അതിനാണ് ഈ മുഖ്യമന്ത്രി ഉണ്ടാകേണ്ടത്. അല്ലാതെ സ്വന്തം കാര്യം, സ്വന്തം പാർട്ടി മാത്രമല്ല. അതുകൂടെ ഒന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ള വശവും ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഒറ്റ അടിക്ക് കൂട്ടാത്തത്. ഈ ശബ്ദം ബീഹാറിൽ കേട്ടില്ല. അവര് ഒറ്റ അടിക്കങ്ങ് പൂട്ടി. ഇപ്പം സോപ്പ് കലക്കി കുടിച്ച 700 പേര് ആശുപത്രിയിൽ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഉള്ള ശബ്ദങ്ങൾ അറിയാവുന്നത് കൊണ്ടാണ് നമ്മള് 10 വർഷം ഘട്ടം ഘട്ടമായി ബോധവൽക്കരണത്തോടുകൂടി നടപ്പിലാക്കി 10 വർഷം കഴിയുമ്പോൾ. ഇതാണ് മുഖ്യമന്ത്രി. ജനങ്ങളെ കയ്യിലെടുക്കാൻ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. ജനങ്ങളുടെ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി അവർക്ക് തന്നെ കൊടുത്തു. അവരുടെ ചോദ്യം അദ്ദേഹത്തിന് മനസ്സിലായി. ആ ചോദ്യം ചോദിച്ച ആൾക്കും സംതൃപ്തിയായി. അവിടെ ഇരുന്ന ജനങ്ങൾക്കും അത് ഇഷ്ടപ്പെട്ടു. അതാണ് വേണ്ടത്. അല്ലാതെ ചോദ്യം ചോദിക്കുമ്പോഴത്തേന് നീ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുന്ന ആ ഒരു ദാഷ്ട്യം എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്കെന്നല്ല, കേരളത്തിലെ പകുതി മുക്കാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. സ്വന്തം പാർട്ടിക്കാർക്ക് പോലും അത് ഇഷ്ടപ്പെടത്തില്ല. പിന്നെ ഈ ദാസ് എന്ന് പറയുന്ന പുള്ളി ഞാൻ ആരാധനായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അത് തടസ്സപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും 2 മുഖ്യമന്ത്രിമാരുടെ സംസ്കാരം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് തന്നെ ധാരാളം. എന്തായാലും അടുത്ത ഇലക്ഷൻ നടക്കുകയാണ്, ഇലക്ഷൻ പ്രചരണം നടക്കുകയാണ്. എല്ലാവരും വീട്ടിൽ വന്ന് നമ്മുടെ മുമ്പിൽ വന്ന് വോട്ട് ചോദിക്കാനായിട്ട് വരും. അപ്പൊ നമ്മൾ എന്ത് പറയണം? അവിടെ പോയി ചോദിക്കാതെ പാർലമെന്റിൽ പോയി ചോദിക്ക്, അല്ലെങ്കിൽ അവിടെ നിങ്ങളുടെയൊക്കെ പറയുക MLA മന്ദിരത്തിൽ പോയി ചോദിക്ക് എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും, അല്ലേ? ആണ് അതിന്റെ ഒരു എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മസ്റ്റേ കമ്മിറ്റി അടുത്ത വീഡിയോ കാണുന്നതിരിക്കും എല്ലാവർക്കും.